ഉണക്ക ചെമ്മീൻ ബുരുചി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഉണക്ക ചെമ്മീനാണ്. അത് നന്നായിട്ട് വേണം. പിന്നെ നമുക്ക് വേണ്ടത് അരിയാനായിട്ട് മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, സബോള, തക്കാളിക്ക, ഇത്രയും സാധനങ്ങളാണ്. ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ തക്കാളിക്കയും സബോളയും നമുക്ക് ഒരുപാട് വേണം. നല്ല പഴുത്ത തക്കാളിക്കാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ ഉണക്കച്ചെമ്മീൻ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് ഏറെ വേണം. അപ്പം ഏറെ എടുത്ത ചെമ്മീൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. അതായത് ഒരു വറച്ചട്ടിയിൽ നന്നായിട്ട് വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് വൃത്തിയാക്കുന്ന പ്രോസസ്സിലോട്ട് നമ്മൾ കിടക്കുന്നത്. അതായത് ഇതിൻ്റെ പൊടിപ്പും തൊങ്ങലും ഇതാ ഈ പരുവത്തിൽ ഇതേപോലെ മാറി മാറി വരും. പിന്നെ നന്നായിട്ട് പൊടിപ്പും തൊങ്ങലും മാറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചെമ്മീൻ കഴുകിയെടുക്കും. കഴുകിയെടുത്തതിന് ശേഷവും പൊടിപ്പും തൊങ്ങലും കാണും കേട്ടോ. അത് വെള്ളത്തിൽ പൊങ്ങി വരും. അങ്ങനെയാണ് ഇത് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. എന്നിട്ട് കഴുകിയെടുക്കുന്ന ചെമ്മീൻ നമ്മൾ നന്നായിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ്, വേറെ ഒന്നുമില്ല. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കും. എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. തൊട്ട് പുറകെ നമ്മൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഓരോ സെക്ഷനായിട്ട് നമ്മളിത് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളിക്ക മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളിക്ക ഉണ്ടെങ്കിൽ അതാണ് ഈ കറിക്ക് ഏറ്റവും ഉത്തമം. പച്ചത്തക്കാളിക്ക കുറച്ച് പുളിപ്പുണ്ടാവും. പഴുത്ത തക്കാളിക്കും ആ ഉണക്ക ചെമ്മീൻ്റെ ടേസ്റ്റും കൂടെ ചേരുമ്പോഴാണ് ഇതിനൊരു വല്ലാത്ത സ്വാദ് കിട്ടുക. നന്നായിട്ട് വഴറ്റി വരുന്ന കൂട്ടിലോട്ട് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു നിറം കിട്ടും. എന്നിട്ട് ഇതെല്ലാം വഴറ്റി വരുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഉണക്ക ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്, വേറെ ഒരു പരിപാടിയില്ല. ഉണക്കച്ചെമ്മീൻ ബുരുചി വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാം. ഏറ്റവും ഒടുവിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ശരിക്കും ഉണ്ടല്ലോ എന്ത് സ്മെല്ലാണെന്ന് പറയുമോ വരുന്നത്. നല്ല നല്ല ഡിലീഷ്യസ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഉണക്കച്ചെമ്മീൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ദയവായി ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.